ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം. വരൂ. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൂസിനും മനുവിനും ആണെങ്കിൽ നൂൽപുട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കടലക്കറിയല്ല, ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നാളികേരം ഇടുന്നത് മനുവിന് ഇഷ്ടമല്ല കേട്ടോ. അത് കാരണമാണ് ഞാൻ നാളികേരം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നു. അപ്പോൾ അതിലേക്ക് കടുകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ സമയം കൊണ്ട് നമ്മളിത് അടുത്ത ഓരോ പരിപാടികൾ ഇങ്ങനെ മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റവ് ഓഫാക്കാതെ തന്നെ ഞാൻ മാക്സിമം പണികളൊക്കെ അങ്ങനെ തീർത്ത് വെക്കാറുണ്ട്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ട്രിപ്പ് നൂൽപുട്ടും കൂടെ ഞാൻ ഇഡ്ഡലി ചെമ്പിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോഴേക്ക് ബാക്കിയുള്ള പാത്രങ്ങൾ കംപ്ലീറ്റ് ഒക്കെ കഴുകി അങ്ങനെ സെറ്റായിരിക്കും കേട്ടോ. പിന്നെ വേഗം ചൂടാറിയ സമയം കൊണ്ട് ഇഡ്ഡലി നൂൽപുട്ടൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനും അപ്പൂസും കൂടെ ഒരു പ്ലേറ്റിൽ കഴിക്കും, മനു വേറെ പ്ലേറ്റിലും കഴിക്കും. അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നൂൽപുട്ടും ചെറുപയറൊക്കെ എടുത്തിട്ട് ഞങ്ങളിരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസിൻ്റെ കുളി, മനുവിൻ്റെ കുളി, നമ്മളെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയത്തെ എല്ലാ കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയപ്പോൾ ഒന്ന് ഫസ്റ്റ് ദിവസമല്ല. അപ്പോൾ ഞങ്ങൾ പോയി നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. മനുവിൻ്റെ കൂടെ ബസ് കയറുന്ന സ്ഥലത്തേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൂസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസ് സ്കൂളിലേക്ക് പോകാൻ റെഡി ആയതാണേ. അപ്പോൾ ഞാൻ മനുവിനോട് നേരെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ അപ്പൂസിന് ചിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അങ്ങനെ പോയി മനു ബസ് കയറാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. സ്കൂൾ ബസ്സൊക്കെ വന്ന് അങ്ങനെ കയറി പോയിട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോന്നു വീട്ടിലേക്ക്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ഇപ്പോൾ എന്നും നല്ല ഇടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് മഴയും കാര്യമൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം കുറച്ച് ഉരുളക്കിഴങ്ങ് എന്താ പറയുക വറുത്തെടുക്കില്ലേ, അങ്ങനെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഇവിടെ ഗുസ്തിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിലൊക്കെയാണ് വന്നിട്ട് ഇടിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ സവാള നമ്മൾ അരിയുന്ന സമയത്ത് ആൾ എടുത്ത് കഴിക്കാറുണ്ട്. അതുപോലെ വന്നിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഓരോ പീസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആളിങ്ങനെ നിൽക്കുന്നത്. ഞാൻ കുറേ ആയി പറയുന്നു കേട്ടോ അത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ആളത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുത്തുകൊണ്ട് പോയി അതേമാതിരി ഇങ്ങോട്ടന്നെ വരുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോയി കേട്ടോ. ആ സവാളേൻ്റെ ഒരു ടേസ്റ്റൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞ് വെച്ച് ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് അപ്പൂസ് കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് എപ്പോഴൊന്നും ഉണ്ടാക്കിയെടുക്കാറില്ല കേട്ടോ. ഒക്കെ എണ്ണയിലുള്ള സാധനങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും ചെയ്യും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും നല്ലത്. സത്യം പറഞ്ഞാൽ കുട്ടികൾ ബാക്കി വയ്ക്കില്ല കേട്ടോ. വലിയവർക്ക് കഴിക്കാൻ ബാക്കി തരില്ല. പാത്രം മുഴുവനായിട്ട് എടുത്ത് കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഒന്നൊക്കെ തരും, പൂതിക്ക് വേണ്ടിയിട്ട് ഒന്നൊക്കെ തരും. അങ്ങനെ അതൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മുങ്ങാൻ മാത്രമുള്ള എണ്ണയൊന്നും ഞാനിതിൽ ഒഴിച്ച് കൊടുക്കാറില്ല. അതൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രമേ എണ്ണ ഒഴിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. ബാക്കി എണ്ണ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അധികം നമ്മളൊന്നിനും ഉപയോഗിക്കില്ല. അത് കാരണമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊന്നുമില്ല. നല്ല മഴ വരുന്നുണ്ട്, ന്യൂനമർദ്ദം വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അന്ന് തൊട്ട് ഇവിടെ മഴ ഇല്ല കേട്ടോ. അതുവരെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നും പേടിപ്പിക്കുകയാണ് മഴ ചെയ്യുന്നത്. ഇപ്പോൾ പെയ്യും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊരു പാത്രത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയും എണ്ണ അവിടെ ബാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഏട്ടൻ വന്ന സമയത്ത് പാലും മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പാല് കാച്ചുന്ന സമയത്ത് ഏട്ടൻ കഷ്ണ മീനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴുകിയിട്ട് കുളിക്കാൻ പോണതിന് മുന്നേയിട്ട് അത് കഴുകിയിട്ടൊന്ന് മുളകൊക്കെ തേച്ചിരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ ഉള്ളിയൊന്നും ചേർക്കണില്ല. ഇപ്പം തന്നെ സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നമ്മളെ ചട്ടിയിൽ എന്തോ കറുപ്പ് കളർ കാണുന്നില്ലേ, അത് ഞാൻ പത്തിരി ചുട്ടതാണ് കേട്ടോ. അതിന് ശേഷം അത് ഉരച്ചിട്ടും മറിച്ചിട്ടും പോകുന്നില്ല, അങ്ങനെ ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ മീൻ വറുക്കണ ചട്ടിയിൽ തന്നെയാണ് ചപ്പാത്തി ചുടാറുള്ളതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുട്ട ഉണ്ടാക്കാറുള്ളതും. അപ്പോൾ പത്തിരി ചുട്ടതും ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ മീനൊക്കെ ഒന്ന് വറുത്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു നേരം കഴിക്കാനുള്ള മീൻ മാത്രമേ വറുത്തിട്ടുള്ളൂ, അങ്ങനെ വറുക്കാറുള്ളൂ. ബാക്കിയൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതേ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.